ചെറുത്തുനിൽപ്പുകളുടെയും പാരമ്പര്യത്തിന്റെയും വഴിയെ സഞ്ചരിച്ച് വെറ്റില കൃഷിയിൽ വിജയഗാഥ രചിക്കുകയാണ് മാരാരിക്കുളം വടക്ക് പഞ്ചായത്ത് 2-ാം വാർഡിലെ ആനന്ദൻ. വ്യാവസായികാടിസ്ഥാനത്തിൽ വെറ്റില കൃഷി നടത്തി മികച്ച വരുമാനം നേടുന്ന ഈ മുതിർന്ന കർഷകൻ പ്രദേശത്തെ മികച്ച വെറ്റില കർഷകനുള്ള അംഗീകാരത്തിന്റെ നിറവിലുമാണ്. മാരാരിക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് 2-ാം വാർഡ് അമ്പലംവെളിയിൽ ആനന്ദൻ പാരമ്പര്യപാത പിന്തുടർന്നാണ് വെറ്റില കൃഷി ചെയ്യുന്നത്. 300 ചൂട് വെറ്റിലയാണ് ആനന്ദൻ വ്യാവസായികാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നത്. ആലുവ അദ്വൈതാശ്രമം SNDP സ്കൂളിലെ ലാബ് അസിസ്റ്റന്റ് ആയിരുന്ന ആനന്ദൻ വിരമിച്ച ശേഷമാണ് വെറ്റില കൃഷിയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. കൃഷി ഞങ്ങൾ കുടുംബപരമായിട്ട് വെറ്റില ദേഹമുള്ള ആൾക്കാരാണ്, പാരമ്പര്യമായിട്ട് അച്ഛനമ്മയായിട്ട്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമ്മളുടെ ചെറിയൊരു പ്രായത്തിൽ തന്നെ ഇതിൽ സഹായിക്കുകയും സഹകരിക്കുകയൊക്കെ ചെയ്ത് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു തുടങ്ങി. അതോടൊപ്പം തന്നെ പിന്നെ ഇതിലേക്ക് കൂടുതൽ ആകാംക്ഷയായി, നന്നായിട്ട് ചെയ്യണം. പിന്നെ അതോടൊപ്പം തന്നെ ഒരു സർക്കാർ ജോലി ഉണ്ടായിരുന്നു, അതും ഇതും കൂടെ ഒരുമിച്ച് തന്നെയാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. പക്ഷെ എന്നാലും ഇപ്പോൾ അത് റിട്ടയർമെൻറ്റൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും കൂടുതലും ഇതിലേക്കായി. ഇപ്പോൾ തീർത്തും കൃഷി തന്നെയാണ്. 5 വർഷത്തോളമായി വെറ്റില കൃഷിയിൽ സജീവമായ ആനന്ദന് മികച്ച വരുമാനവും ലഭിക്കുന്നുണ്ട്. ആഴ്ചയിൽ 400 മുതൽ 500 കെട്ട് വരെ വെറ്റിലയാണ് വിൽപ്പന നടത്തുന്നത്. 14 വെറ്റില ഉൾപ്പെടുന്ന ഒരു കെട്ടിന് 20 രൂപയാണ് വില. ജൈവവളമാണ് കൃഷിക്കായി ഉപയോഗിക്കുന്നത്. ആഴ്ച ഒരു 100 കെട്ട് 150 കെട്ടൊക്കെ 2 രീതിയിലാണ് ഇറക്കുന്നത്. ഒരാഴ്ച 2 ദിവസമായിട്ട് ഇറക്കും. അപ്പോൾ മൊത്തത്തിൽ ഒരു 300 കെട്ട് വെറ്റില ഒരാഴ്ച കൊടുക്കാൻ പറ്റുന്നുണ്ട്. കൃഷി പരിപാലനത്തിന് ആനന്ദനൊപ്പം ഭാര്യ കവിതയുമുണ്ട്. മാരാരിക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്തിലെ മികച്ച വെറ്റില കർഷകനായി തിരഞ്ഞെടുക്കപ്പെട്ട ആനന്ദനെ ചിങ്ങം 1 കർഷക ദിനത്തിൽ ആദരിക്കും. അവാർഡ് കിട്ടിയതിൽ വളരെ വളരെ സന്തോഷം. കാരണം ഇത്രയും വർഷമായിട്ട് നമ്മൾ അവാർഡിന് വേണ്ടി ശ്രമിച്ചിട്ടില്ല, പിന്നെ അതിലേക്കായിട്ട് നമ്മൾ പോയിട്ടുമില്ല. പിന്നെ ഇതിപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ കിട്ടി, അതിൽ വളരെയേറെ സന്തോഷമുണ്ട്. തുടർന്നും ഇത് നിലനിർത്തി പോകാനുള്ള സാധ്യതയിലാണ് പോകുന്നത്.